ഓക്കെ, ഇന്ന് ഞങ്ങൾ മലയാളം പഠിക്കാൻ പോവാട്ടോ. അപ്പോൾ മലയാളം ഞാൻ കുറേ ഡിഫറെൻറ്റ് രീതികളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഒന്ന് ഞാൻ അക്ഷരജാലകം ഉപയോഗിച്ചിട്ട് ചിഹ്നങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഓരോ ചിഹ്നങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് ഒന്ന് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ചില ചിഹ്നങ്ങളിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന്ന് പഠിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, പഠിക്കാം. ആർ യു റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചിഹ്നം എന്നുള്ളൊരു ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം, അമ്മയുടെ കയ്യിൽ ഒരു സ്ലേറ്റ് ഉണ്ടായിരിക്കണം, കൊച്ചിൻ്റെ കയ്യിൽ ഒരു സ്ലേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ ഒരു സ്ലേറ്റ് ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ഈ ഒരു സ്ലേറ്റാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് പണ്ടത്തെ ഒരു സ്ലേറ്റ് ആയിരുന്നു, പുതിയത് എനിക്ക് വേണ്ടി സ്വന്തം തന്നെയായിരുന്നു. അപ്പോൾ ഇത് അമ്മ എടുത്തു, അപ്പോൾ എനിക്ക് ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഇത് നമുക്ക് എഴുതാനത്തോ മാത്സ് ഒക്കെ പഠിക്കാൻ പറ്റും. വേണമെങ്കിൽ പഠിച്ചാം. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. ഞാൻ റോസോട്ടി ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ, ഇവിടെ ഞാനിങ്ങനെ എഴുതുവാണ് 2 അക്ഷരങ്ങൾ. ആയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഇത് ഏതാക്ഷരം? എന്നാണ് കേട്ടോ. ഇത് ഞാൻ സൈഡിൽ കൊടുക്കാം എന്താ എഴുതിയിട്ടുള്ളതെന്ന്. അപ്പം പിന്നെ നമ്മൾ ഈ എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു നീട്ടൽ വരുന്നുണ്ടല്ലേ. അപ്പം ഈ നീട്ടലാണ് ഇവിടുത്തെ എന്നുള്ള ചിഹ്നമായിട്ട് വരിക. ആ രീതിയിൽ വേണം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ഇത് ഇത് ഈ ആൻ്റെ ഈ നീട്ടലാണ് എന്നുള്ള ചിഹ്നം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. റോസുട്ടി എഴുതിയോ? അപ്പൊ ഈ ചിഹ്നം ഇല്ലേ, ഇതുണ്ടോ, ഈ ചിഹ്നം ഇങ്ങനെ വരുന്നുണ്ടാവും, ഇങ്ങനെ. ഇതാണ് ഇത്. ഇനി അത് മായിച്ചേ. പക്ഷെ മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 അക്ഷരങ്ങൾ തരും. അല്ല, നമുക്ക് അങ്ങനെ അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇത് ഏതാ അക്ഷരം? റ. 2 അക്ഷരം ഉണ്ടല്ലേ. അപ്പം ഇത് കണ്ടോ, ഇത് 2 അക്ഷരങ്ങളാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇടുന്നുണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഇടുന്നുണ്ട്. അപ്പം ഈ റ 2 അക്ഷരങ്ങളാണ്. അപ്പം ഇവിടെ എന്ന് എഴുതുമ്പം ഈ 2 പോയിന്റ്സും അടുത്താണ് ഇരിക്കുന്നത്. ഇത് ദൂരെയാണ്, കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 2 അക്ഷരങ്ങൾ അകന്നകന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 പോയിന്റ്സും അടുത്ത് വരുമ്പോൾ എന്ന് വായിക്കും. ഇനി ഇവിടെ എന്നുള്ള ചിഹ്നം ഇടുകയാണ് റോസുട്ടി. നോക്ക്, ഇതെന്താ അപ്പോൾ വായിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. മലയാള അക്ഷരം പഠിപ്പിക്കുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, 2 ഡോട്ട് ഇടുക. ഇവിടെ ഏത് അക്ഷരം വേണേൽ നമുക്ക് എഴുതാം കേട്ടോ. കാരണം നമ്മൾ വായിക്കാനും കൂടിയാണ് പഠിപ്പിക്കുന്നത്, എഴുതാൻ മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പാന്നെഴുതി റാന്നെഴുതി. അപ്പം ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ അക്ഷരം എന്ന് പറയുന്നത് ഈ അക്ഷരം എന്ന് പറയുന്നത് റ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കുത്ത് നമ്മൾ അടുത്തടുത്ത് ഇടണം. മനസ്സിലായോ? എന്നിട്ട് ഈ 2 ഡോട്ടിൻ്റെ മേലെ റ അടുപ്പിച്ചെഴുതുക. അപ്പോൾ എന്താ വായിക്കുക? പറ. ഇതോ
കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പറയുള്ളൂ. റ പ റ. ഇത് 2 ഡോട്ട് ഇട്ടിട്ട് അടുത്തടുത്താണ്. അപ്പോൾ ഒരുമിച്ച് വായിക്കണം അല്ലേ? പറ. അപ്പം അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വായിക്കാനായിട്ട്. അപ്പം ഏത് അക്ഷരമാണെങ്കിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏത് വേർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ആദ്യം 2 ഡോട്ട് ഇട്ടിട്ട് 2 അക്ഷരങ്ങൾ എഴുതി കൊടുക്കുക. എന്നിട്ട് 2 ഡോട്ട് അടുപ്പിച്ചും താഴെ എഴുതി കൊടുക്കുക. അവരോടും അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. റോസുട്ടി ബാ. ഇവിടെ എഴുതിയിട്ടുണ്ട് 2 അക്ഷരങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ 2 അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. റോസുട്ടി ഇത് ഏത് അക്ഷരം? ചിഹ്നം ഇടുമ്പോഴോ? പാ. ഇനി ഈ അക്ഷരം ഏതാ? റ. ഇനി ഈ 2 അക്ഷരം കൂടി ഒരുമിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പം ഇതെന്താ നമ്മൾ വായിക്കുക? വായിച്ചോ? വെരി ഗുഡ്. അപ്പോൾ ചിഹ്നം ഇടുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ വായിക്കുക. ഇനി റോസോട്ടിയിലെ ടീച്ചർ കുറേ ചിഹ്നങ്ങൾ പഠിപ്പിച്ചില്ലായിരുന്നു. കുറേ ഒരു കുഞ്ഞ് നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് വാ. ഇത് 10 A4 ഷീറ്റ് വെച്ചിട്ട് റോസോട്ടീൻ്റെ ടീച്ചർ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ ചിഹ്നങ്ങൾ വരുന്ന കുറേ വാക്കുകൾ ഇങ്ങനെ എഴുതിപ്പിച്ചിട്ടുണ്ട്. 25 വേർഡ്സ് ഉണ്ട്. അതുപോലെ ഇതിൽ കുറേ വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ റോസോട്ടി പഠിച്ചോ? കുറച്ചൊക്കെ പഠിച്ചു അല്ലേ? ഓക്കെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ആ എന്നുള്ള ചിഹ്നം മാത്രമല്ലേ പഠിക്കുന്നത്. ഇന്ന് ഞാൻ അതേ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അല്ല ആ എന്നുള്ള ചിഹ്നം വരുന്ന വാക്കുകൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ഏതാ? യെസ്. എൻ്റെ മാതാവേ, ഇതിനകത്ത് എഴുതിക്കും. ഇത് കുറച്ചുകൂടെ മനസ്സിലാവും റോസോന്. ഈ ടീച്ചർ എഴുതിയത് 1 2 3 4 5 വരെ കൊച്ച് ഇതിനകത്ത് എഴുതണം. ബാക്കി നമുക്ക് പഠിക്കാം. 5 വരെ പറഞ്ഞോണ്ട് എഴുതണേ. അതന്നെ ഡൗട്ട്. ഇനി അടുത്ത അക്ഷരം എന്താ? മാൻ. മാൻ. എന്താ വായിക്കുക അപ്പം? മാങ്ങ. എത്രാമത്തെ? നമ്മളെപ്പോഴും ചിഹ്നങ്ങൾ പഠിപ്പിക്കുമ്പം ഇപ്പം ആ എന്നുള്ള ചിഹ്നമല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാല, മാവ്, മാങ്ങ, അങ്ങനെ ഒരു അക്ഷരം വെച്ച് തന്നെ ഒരു 4-5 വേർഡ്സെങ്കിലും പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. എന്നാലും അത് അവരുടെ മൈൻഡിൽ നിൽക്കുള്ളൂ. മാല, മാവ്. വെരി ഗുഡ്. അത്രയും പഠിച്ചല്ലോ. ഇത്ര ഞാൻ എഴുതി, പിന്നെയും വായിച്ചു. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.